നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വരുന്ന ഫെബ്രുവരി 15 ഹൈന്ദവ വിശ്വാസികൾ ശിവരാത്രി ആഘോഷിക്കുന്നു. കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കാൻ ശ്രീ പാർവതി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ മുറുക്കി പിടിക്കുകയും ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതീദേവിയും മറ്റു ദേവീദേവന്മാരും ഉറക്കം വിളിച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം. ഇന്നും ശിവരാത്രി നാളിൽ രാത്രികാലത്ത് ഭക്തർ ഉറക്കമൊഴിച്ചിരിക്കുക പതിവാണ്. അപ്രകാരം ചെയ്യുന്നത് വഴി സ്വന്തം കുടുംബത്തിന് ക്ഷേമമുണ്ടാകുകയും ദാമ്പത്യ ഐക്യവും സകലവിധ ഐശ്വര്യ അഭിവൃദ്ധിയും കൈവരികയും ചെയ്യുന്നു. ഫെബ്രുവരി 15 രാവിലെ ഉറപ്പായും ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവരാത്രിയുടെ അന്നും ശിവരാത്രി പിറ്റേന്നും അമ്പലത്തിൽ പോകുന്ന ആളുകൾ ഞാനീ പറയുന്ന വഴിപാട് കൂടി നിർബന്ധമായും ചെയ്യുക. അതിലാദ്യത്തേത് വില്വപത്ര പുഷ്പാഞ്ജലിയാണ്. സർപ്പങ്ങൾ പോലും ഇന്നേ ദിവസം മഹാദേവനെ കൂവളത്തിലയാൽ പൂജിക്കും എന്നതാണ് പറയുന്നത്. അത്രയധികം പ്രാധാന്യമുണ്ട് വില്വപത്ര പുഷ്പാഞ്ജലിക്ക് ശിവരാത്രിയുടെ അന്ന്. വിൽവം എന്നാൽ കൂവളത്തിലയെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി ധാര വഴിപാടാണ്. മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ധാര. ഈ വഴിപാട് ഷീട്ടാക്കി അത് നടക്കുന്ന സമയം നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ നിങ്ങളുടെ മനസ്സിലെ ആ വലിയ സങ്കടം എന്താണെങ്കിലും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അത് മാറ്റിത്തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് പഞ്ചാക്ഷരി ജപിക്കുക. മൂന്നാമതായി പായസം വഴിപാടാണ്. ശിവനിഷ്ടപ്പെട്ട പായസം വഴിപാട് ഞാനീ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പേരിൽ ശിവരാത്രിയുടെ അന്ന് കഴിക്കാൻ ശ്രമിക്കുക. പായസം വഴിപാടായതുകൊണ്ട് തന്നെ തലേ ദിവസം കൊടുത്ത് ഏൽപ്പിക്കേണ്ടതാണ്. പായസം വഴിപാട് കഴിക്കാൻ സാധിക്കാത്തവർ വെള്ളനിവേദ്യം വഴിപാട് കൊടുത്താലും മതിയാകും. അശ്വതി, രോഹിണി, തിരുവാതിര, ആയില്യം, പൂരം, അനിഴം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പേരിൽ ശിവരാത്രി ദിനത്തിൽ പായസം വഴിപാട് നടത്തുന്നത് ഉത്തമമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഈ വഴിപാട് ചെയ്യുന്നത് ഏറെ ഗുണപ്രദമാണ്. ശിവരാത്രിയുടെ അന്നും ശിവരാത്രി പിറ്റേന്നും ക്ഷേത്ര ദർശനം നടത്തുന്നവർ ക്ഷേത്രത്തിലിരുന്ന് ശിവതാണ്ഡവ സ്തോത്രം ജപിക്കാൻ കഴിയുമെങ്കിൽ അതും ഏറെ ശ്രേഷ്ഠമാണ്. ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ്. കൂടാതെ ജാതകാലുള്ള എല്ലാവിധ പിതൃദോഷത്തിനും പിതൃശാപത്തിനുമുള്ള ഉത്തമ പരിഹാരം കൂടിയാണ് ശിവരാത്രി നാളിലെ ബലികർമ്മം. ശിവരാത്രിയുടെ അന്നും കർക്കിടകവാവിൻ്റെ അന്നും ബലിയിടുക വഴി കാലാകാലങ്ങളായുള്ള പിതൃദോഷങ്ങൾ നീങ്ങുകയും ജീവിതത്തിൽ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും കടന്നു വരികയും ചെയ്യും. അതിനാൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ആരും മരിച്ചിട്ടില്ല എന്ന് കരുതി ബലിയിടാതിരിക്കരുത്. 7 തലമുറ വരെയുള്ള പിതൃദോഷ പരിഹാരത്തിനായി ശിവരാത്രിയുടെ അന്ന് ബലിയിടാവുന്നതാണ്. ഇനി ശിവരാത്രിയുടെ അന്ന് വൈകിട്ട് കുളിച്ച് ശുദ്ധിയായി വീട്ടിൽ വിളക്ക് കത്തിച്ച് ഞാനീ പറയുന്ന കാര്യം വീട്ടിൽ ചെയ്യാൻ വിട്ടുപോകരുത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സന്തതി പരമ്പരകളുടെ ജീവിതത്തിലും ഭഗവാൻ എല്ലാ ഐശ്വര്യവും കൊണ്ടുവന്ന് നിറയ്ക്കും. സാക്ഷാൽ ദേവദേവനായ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ളതാണ് ഈ രീതിയിൽ പ്രാർത്ഥിച്ചാലുള്ള പ്രധാന ഗുണം. അത്രയധികം ശക്തിയുള്ള അത്രയധികം സത്യമുള്ള ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവർ എല്ലാവരും, പ്രത്യേകിച്ച് വിളക്ക് കത്തിക്കുന്ന അമ്മമാർ, ഫെബ്രുവരി 15 ഞാനീ പറയുന്ന പോലെ വിളക്ക് കത്തിക്കുക. അപ്രകാരം ചെയ്താൽ അതിൻ്റെ ഗുണം വീടിന് മുഴുവനും ലഭിക്കുന്നതായിരിക്കും. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വിളക്ക് വെക്കുന്ന സമയത്ത് 5 തിരിയിട്ട് വിളക്ക് കൊളുത്തുക. അതായത് ഭദ്രദീപമാണ് കൊളുത്തേണ്ടത്. തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നീ ദിക്കുകളിലേക്ക് ഓരോ തിരിയും 5ാമത്തെ തിരി വടക്ക് കിഴക്ക് ദിക്കിലേക്കും ഇടുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 5ാമത്തെ തിരി വടക്ക് കിഴക്ക് തന്നെ, അതായത് കൈലാസ ദിക്കിലേക്ക് ആ മഹാദേവനെ വിളക്ക് കാണിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് വേണം കൊളുത്താനായിട്ട്.
തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് അഗ്നിയെ സങ്കല്പിച്ച് തിരിയിടാറുണ്ടെങ്കിലും ശിവരാത്രിക്ക് വടക്ക് കിഴക്കേ ദിക്കിലേക്ക് 5ാമത്തെ തിരിയിടുന്നതാണ് നല്ലത്. തിരി ഒന്നു മാത്രമായോ 2 ചേർത്ത് കൈകൂപ്പുന്നത് പോലെയോ ഇടാം. 5 ദീപനാളം വേണമെന്നേ നിർബന്ധമുള്ളൂ. അന്നേ ദിവസം വിളക്ക് കൊളുത്തുമ്പോൾ നിർബന്ധമായും വൈകിട്ട് 6:15 മുൻപായി വിളക്ക് കൊളുത്തേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും 6:15 വിട്ടു പോകാൻ പാടില്ല. അപ്രകാരം 15-ാം തീയതി വെളുപ്പിന് വിളക്ക് കൊളുത്തുന്നവർ 6:30 വിളക്ക് കൊളുത്തേണ്ടതാണ്. അങ്ങനെ ആ വിളക്ക് ചുരുങ്ങിയത് 40 മിനിറ്റ് നേരമെങ്കിലും കത്തിച്ച് വെക്കേണ്ടതാണ്. വിളക്ക് കൊളുത്തുന്ന സമയം ഓം നമഃശിവായ എന്ന മന്ത്രം ചൊല്ലുവാൻ മറക്കരുത്. പരമശിവനെ മനസ്സിൽ വിചാരിച്ച് വിളക്കിനെ കൈകൂപ്പി തൊഴുക. ശേഷം ഞാനീ പറയുന്ന 3 വസ്തുക്കൾ വിളക്കിന് മുൻപിലായി സമർപ്പിക്കുക. ഈ വസ്തുക്കൾ നിങ്ങൾ നേരത്തെ ഒരുക്കി വെച്ചതിന് ശേഷം എടുത്തു വെച്ചാൽ മതിയാകും. അപ്രകാരം വെച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിക്കുക. ശിവരാത്രിക്ക് ഇത്തരത്തിൽ വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിച്ചാൽ അവരെ സൗഭാഗ്യങ്ങൾ തേടി വരും. അവർക്ക് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ലെന്ന് തീർത്തും പറയാം. ഇനി ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്ന് നമുക്ക് നോക്കാം. 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച ശേഷം വിളക്കിന്റെ മുൻപിലായി വിളക്ക് വെച്ചിരിക്കുന്ന തട്ടിൽ അല്പം എരിക്കിൻ പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, വെളുത്ത എരിക്കിൻ പൂക്കളാണ് സമർപ്പിക്കേണ്ടത്. അതില്ല എങ്കിൽ നീലപ്പൂക്കളും സമർപ്പിക്കാം. മഹാദേവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് വേണം ഈ പൂക്കൾ വിളക്ക് വെക്കുന്ന തട്ടിൽ സമർപ്പിക്കാൻ. മഹാദേവൻ ക്ഷിപ്രകോപിയാണെങ്കിലും എരിക്കിൻ പൂക്കൾ അദ്ദേഹത്തിന് സമർപ്പിച്ചാൽ അദ്ദേഹം ക്ഷിപ്രപ്രസാദിയാകുന്നതാണ്. ഇത്തരത്തിൽ ഒരിക്കൽ സമർപ്പിച്ചാൽ നിങ്ങളുടെ സകല ദുരിതങ്ങളും മോചിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകും. രണ്ടാമതായി ഒരു പാത്രമെടുത്ത് അതിലൊരൽപ്പം ഭസ്മമിട്ട് അത് വിളക്കിനു മുൻപിൽ മഹാദേവനെ മനസ്സിൽ വിചാരിച്ച് സമർപ്പിക്കുക. ശുദ്ധമായ ഭസ്മം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും സമർപ്പിക്കാൻ ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഭസ്മം ഒരു ചെറിയ പാത്രത്തിലിട്ട് അത് സമർപ്പിച്ചാൽ മതിയാകും. മൂന്നാമത്തേത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂവളത്തിലകളാണ്. ഒരൽപ്പം കൂവളത്തിലകൾ പറിച്ച് അവ ഒരു പാത്രത്തിൽ വെക്കുക. കഴിയുമെങ്കിൽ കൂവളത്തിലകൾ കൊണ്ട് മാല പോലെ കോർത്ത് വിളക്കിൽ ചാർത്താവുന്നതാണ്. കൂവളത്തിലകൾ ആര് സമർപ്പിച്ചാലും അദ്ദേഹം സംപ്രീതനാകും എന്നുള്ളതാണ്. കൂവളത്തിലകൾ ഒരു വൃത്തിയുള്ള ചെറിയ പാത്രത്തിലോ വിളക്ക് കൊളുത്തിയ ശേഷം ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പഞ്ചാക്ഷരി ചൊല്ലി വിളക്കിന്റെ താഴെ തട്ടിലായോ സമർപ്പിക്കാവുന്നതാണ്. വിളക്കിന് മുൻപിൽ നേരത്തെ സമർപ്പിച്ച ഭസ്മം വിളക്ക് കെടുത്തിയ ശേഷം നനയ്ക്കാതെ തൊടുക. ശേഷം ഞാനീ പറയുന്ന മന്ത്രം നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുക്കുക. ഇത് പഠിക്കാൻ സാധിക്കുമെങ്കിൽ അത് അത്യുത്തമമാണ്. 108 തവണയോ അതിന് സാധിക്കാത്തവർ 9 തവണയോ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി ജപിച്ച ശേഷം ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഗമിവ ബന്ധനാത് മൃത്യുർമുക്ഷീയ മമൃതാത് എന്ന മന്ത്രം 2 കൈകളും വിളക്കിന് നേരെ കൂപ്പി 108 തവണയോ അതല്ലെങ്കിൽ 9 തവണയോ ചൊല്ലുക. ശിവരാത്രി എന്നാൽ ഭഗവാൻ സകല പ്രപഞ്ചത്തെയും മൃത്യുദോഷത്തിൽ നിന്നും രക്ഷിച്ച ദിവസം കൂടിയാണ്. അതിനാൽ തന്നെ മൃത്യുഞ്ജയ മന്ത്രത്തിന് അത്രയധികം പ്രാധാന്യം ശിവരാത്രിയുടെ അന്നുണ്ട്. ഈ മന്ത്രം ഇപ്പറഞ്ഞ പ്രകാരം വസ്തുക്കളെല്ലാം സമർപ്പിച്ച് ചൊല്ലിയാൽ സകലവിധ രോഗദുരിതത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ദോഷങ്ങളെല്ലാം അകന്ന് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും ഭഗവാൻ വരമായി തന്നെ പ്രസാദിച്ച് നൽകുന്നതാണ്. ചമ്രംപടിയിട്ട് ഇരുന്ന് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അതാണ് ഉത്തമം. 9ാമത്തെ തവണ ചൊല്ലുമ്പോൾ കണ്ണടച്ച് മനസ്സിൽ വേണം ചൊല്ലാൻ. ശേഷം നിങ്ങൾ പരമശിവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയും ചോദിക്കുക. ഇത്തരത്തിൽ ഈ 3 വസ്തുക്കളും സമർപ്പിച്ച് പ്രസ്തുത മന്ത്രം 9 തവണ ചൊല്ലിയാൽ ഭഗവാൻ നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെയും വരമായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. കൂടാതെ ദാമ്പത്യദോഷങ്ങളും മൃത്യുദോഷങ്ങളും അകന്ന് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൈവരും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.